വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അനുപല്ലവി ഫോൺ വെച്ച ശേഷം തിരിയുമ്പോൾ ഈ ജോൺ അബ്രഹാമിനെ കാണുന്നുണ്ട്. അന്നേരം എന്താ സാർ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, അനുപല്ലവി ഏതോ കല്യാണത്തിന് പോകുന്നു പറയുകയാണ്. അന്നേരം ഒരു കസിൻ ബ്രദറുടെ എന്ന് പറയുമ്പോൾ അല്ല അനുപല്ലവിയുടെ ആണോ അതിന് വേറെ ആരുടെയെങ്കിലും ആണോ ചോദിക്കുമ്പോൾ എൻ്റെ കസിൻ്റെ തന്നെയാണെന്ന് പറയുമ്പോൾ എന്നാൽ ഇന്നാണോ കല്യാണം ഒന്നും അറിയാത്ത മട്ടിൽ ജോൺ ചോദിക്കുകയാണ്. അന്നേരം 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ പഠിച്ച കള്ളിയാണ്, ഇത്തിരി മുമ്പേ ഇന്നാണെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അല്ല കളക്ടർ ശാലിനി വിഷ്ണുവിനെ കണ്ടില്ലല്ലോ ചോദിക്കുകയാണ്. ഏതെങ്കിലും കല്യാണം ഉണ്ടോ എന്നിങ്ങനെ കളിയാക്കിയാണ് ജോൺ ചോദിക്കുന്നത്. അന്നേരം 1-2 സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, വരുമ്പോൾ എന്തെങ്കിലും പറയണമെന്ന് അനുപല്ലവി ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനുപല്ലവിയും പോവുകയാണ്. തുടർന്നാണെങ്കിൽ ഈ ജോൺ അബ്രഹാം ആണെങ്കിൽ ആ ഒരു യൂട്യൂബറെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഞാനൊരു നല്ലൊരു പണി തരാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. കളക്ടർക്കെതിരെയാണ് എന്ന് പറയുമ്പോൾ അവർക്കിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ എങ്കിലൊരു ഉഗ്രം പണി തന്നെ ആയിക്കോട്ടെ, അരുവിക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇന്ന് 11 മണിക്ക് ഒരു കല്യാണം നടക്കുന്നുണ്ട്, നീ നേരെ വിട്ടോ എന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും തടയുമെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടയും, നിനക്ക് നാറ്റിക്കാവുന്നതിൽ അപ്പുറം നീ നാറ്റിച്ചോ, 7 കുളത്തിൽ കുളിച്ചാലും ആ ഒരു നാറ്റം മാറരുത്, നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ രജിസ്റ്റർ ഓഫീസിൽ കമലിന് എത്തിയിട്ടുണ്ട്. കമലിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഇതിപ്പോൾ സമയമായല്ലോ, ആരും എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അകത്തുനിന്ന് അറ്റൻഡർ ദിനകരൻ വന്ന് പറയുന്നുണ്ട്, കളക്ടർ ഏൽപ്പിച്ച ഒരു കല്യാണമല്ലേ, ചെറുക്കനും കൂട്ടരും പെണ്ണും ഒക്കെ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം പെണ്ണും കൂട്ടരും ഒക്കെ പുറപ്പെട്ട് ഇപ്പോൾ എത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ ചെറുക്കനും കൂട്ടരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ എത്തുമെന്ന് പറയുമ്പോൾ എന്നാലും 11 മണിക്ക് എത്തിയിരിക്കണം, ഞാൻ സാറുമായിട്ട് സംസാരിക്കാം, വന്നാൽ കല്യാണം നടക്കും, പെട്ടെന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളും കയറി പോവുകയാണ്. തുടർന്നാണെങ്കിൽ ഇവർ ആരും എന്താ വരാത്തതെന്നും പറഞ്ഞ് കമലിനിങ്ങനെ നോക്കുമ്പോൾ ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുക, പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കമലിനെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം പിന്നെ ആരും എത്തിയില്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, പിന്നെ അവർ റാണിയൊക്കെ ആണെങ്കിൽ വേലായുധൻ ചേട്ടനൊക്കെ ആണെങ്കിൽ പെണ്ണിനെയും കൊണ്ട് ചന്ദ്രയും കൊണ്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആശാനാണെങ്കിൽ എത്തില്ല, പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയുകയാണ്. ഞാൻ ഒന്നുകൂടി വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ആശാൻ്റെ ഒരു കാര്യം വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ കമല സംസാരിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ കമലിനെ തന്നെ നോക്കുകയാണ്. അതായത് ആ വിഷ്ണുവിനല്ലേ ആശാൻ എന്ന് വിളിക്കുന്നത്, ശിവനെ വിളിക്കുന്ന കേൾക്കുമ്പോഴാണ് ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്. അന്നേരം കമലിന് മനസ്സിലാവുന്നുണ്ട്, അല്ല ശിവനാശാനെ എന്നിങ്ങനെ കമലം പെട്ടെന്ന് തിരുത്തുന്നുണ്ട്. എന്നിട്ട് ശാലിനിയും വിളിക്കുന്നുണ്ട്, കമലിനെ വിളിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. എന്നാൽ ഇത് ആശാൻ ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് കമലം വീണ്ടും ഈ ആശാൻ എന്ന് പറയും തോറും വീണ്ടും ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കമലിനൊരു ഭാവം മാറുന്നുണ്ട്, ശാലിനിക്ക് ദേഷ്യമാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. ഈ സമയത്ത് ചന്ദ്രയും കൊണ്ട് വേലായുധനും റാണിയും ഭാര്യയും ഒക്കെ എത്തുന്നുണ്ട്. അന്നേരം പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്, പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അന്നേരം എത്തിക്കോളും എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കയറുകയാണ്. അന്നേരം അറ്റൻഡർ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പെണ്ണും കൂട്ടരും എത്തിയല്ലോ, ചെറുക്കൻ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഓൺ ദ വേ ആണെന്ന് കമലം പറയുമ്പോൾ 11 മണിക്ക് മുമ്പ് എത്തിയാൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അറ്റൻഡർ വീണ്ടും പോവുകയാണ്. അന്നേരം വേലായുധം ചോദിക്കുന്നുണ്ട്, പെണ്ണും കൂട്ടരും ഒക്കെ എത്തി, പറയുന്ന സമയത്തിന് 5 മിനിറ്റ് മുന്നേ എത്തിച്ചു, ഇതിപ്പോൾ ചെറുക്കൻ എത്തി, കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ശിവൻ എവിടെ, ശിവൻ പോയി കൊണ്ടുവരേണ്ട അവസ്ഥയായോ എന്നൊക്കെ പറഞ്ഞ് അവരിയ്ക്കുകയാണ്. അന്നേരം ഈ അറ്റൻഡർ ആണെങ്കിൽ മേഡം അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് അവർ വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഇതേസമയം പ്രകാശനാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇങ്ങനെ കാറിൽ വരുമ്പോൾ വഴിക്ക് വെച്ച് ലാസറിൻ്റെ ഗുണ്ടകളിങ്ങനെ തടയുന്നുണ്ട്. എന്നിട്ട് ചെന്നങ്ങോട്ട് ഡോറ് തുറക്കുകയാണ്. എന്നിട്ട് പിന്നെ കുളിച്ച് കുറേയൊക്കെ തൊട്ട് എവിടെ കല്യാണത്തിനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എങ്ങോട്ട് പോകും, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പ്രകാശം പറയുമ്പോൾ രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ, ഹൈ ടെമ്പറാണല്ലോ, ഈ കല്യാണ ചക്കന് നമുക്ക് അങ്ങോട്ട് തണുപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ഗുണ്ടകളൊക്കെ കളിയാക്കുന്നുണ്ട്. ശരി, അമ്മ കൂട്ടിയിട്ട് കുളുവിലേക്കോ മണാലിയിലേക്കോ എവിടെ ആണെങ്കിലും കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട്. പക്ഷേ ഇവർ വിടാനായിട്ട് തയ്യാറല്ല. പ്രകാശിനെ ഇങ്ങോട്ട് വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കി അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ഈ സമയത്ത് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അവനെ അങ്ങോട്ട് വിട്ടേക്ക്, നിങ്ങളുടെ കൂടെ ഞാൻ വന്നാൽ മതിയെന്ന്, നമുക്ക് പാട്ടൊക്കെ പാടി എന്നിട്ട് ഗമ്മയിൽ അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം സാർ ഇതിൽ ഇടപെടണ്ട എന്നിങ്ങനെ ലാസർ പറയുകയാണ്. അന്നേരം ഇടപെടാതെ പിന്നെ ഞാനല്ലാതെ പിന്നെ ആരിടപെടും, ഇത് എൻ്റെയും കൂടി കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരടി ലാസറിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് ഇവനെ പിടിച്ചതിനൊന്നുമല്ല, പിന്നെ അച്ഛൻ പറഞ്ഞനുസരിച്ച് കത്തിയുമായിട്ട് എൻ്റെ പെങ്ങൾക്ക് നേരെ ജീവൻ എടുക്കാൻ വന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് മഹേന്ദ്രൻ മുതലാളിയാണ് ശമ്പളം തരുന്നതുകൊണ്ട് സാറ് പറഞ്ഞാൽ മോളെ എന്നല്ല മോനെ വേണമെങ്കിൽ ഞാൻ തീർക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശിവന് ദേഷ്യം വരികയാണ്. ശിവൻ ആ ഗ്ലാസ് ഊരി അങ്ങോട്ട് ആ ജീപ്പിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെയാണോ കാര്യങ്ങൾ, എങ്കിൽ പിന്നെ തീർക്കടാ, ഇപ്പോൾ ഇവിടെ വെച്ച് തീർക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ ലാസർ ആദ്യം ഒരു അടിയടിക്കാനായിട്ട് വരുമ്പോൾ ശിവന് തടയുകയാണ്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടി നടക്കുന്നുണ്ട്. അന്നേരം പ്രകാശിനെ ആ പിടിച്ചു വെച്ചിരുന്നവരെയും
മാറ്റിയിട്ട് പ്രകാശ് നീ വണ്ടി എടുത്ത് പോയിക്കോ, ഞാൻ പിന്നാലെ എത്തിക്കോളാം എന്ന് പറയുകയാണ്. തുടർന്ന് പ്രകാശ് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മറ്റൊരു തടയുന്നുണ്ട്. അന്നേരം പിന്നെ ലാസറിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് പ്രകാശിനെ അവരിൽ നിന്ന് രക്ഷിച്ച് പൊയ്ക്കോ പ്രകാശ് എന്ന് പറയുകയാണ്. അന്നേരം പ്രകാശ് വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലൊരുത്തൻ കയറി നിൽക്കുകയാണ്. അന്നേരം അവനെ ശിവനും കൂടെ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പ്രകാശാണെങ്കിൽ വണ്ടി എടുത്ത് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, പിന്നെ ഇനി നീ എൻ്റെ നേരെ, എൻ്റെ പെങ്ങളെ നേരെ എന്തെങ്കിലും കൈ ഉയർത്തിയാൽ നിനക്ക് എൻ്റെ അച്ഛൻ്റെ വലതുവശത്തിരിക്കാനായിട്ട് നീ ഉണ്ടാകില്ല. നിന്നെ ഞാൻ പള്ളിപ്പറമ്പിലേക്ക് എടുക്കും. പക്ഷേ അതിന് എനിക്ക് കവലച്ചട്ടന്മാരുടെ സഹായമൊന്നും വേണ്ട. നീ പോലും അറിയാതെ ഞാൻ വെള്ളം ഉറപ്പിച്ച് കിടത്തും എന്നൊക്കെ ലാസറിന് നേരെ പറഞ്ഞിട്ട് കുറേ അടിയൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എൻ്റെ വിഷു കൈനീട്ടമാണ്, ഇനി നീ എനിക്ക് നേരെ കൈ പൊങ്ങരുതെന്ന് പറഞ്ഞ് കൈ പിടിച്ച് നന്നായിട്ട് തിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ ആദ്യത്തെ കൈനീട്ടമാണെന്നും പറഞ്ഞ് വീണ്ടും നന്നായിട്ട് തല്ലി കൊടുക്കുന്നുണ്ട്. പൊക്കിവിടാന്നൊക്കെ പറയുമ്പോൾ അവസാനം അടി കൊണ്ട് അവശനായിട്ട് ബാക്കിയുള്ള നേരത്തെ 2 പേരാണെങ്കിൽ ഈ കാറിൻ്റെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലാസറും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. ലാസറും അടി കൊണ്ടിട്ട് അവസാനം ഓടി രക്ഷപ്പെടുന്നുണ്ട്. അന്നേരം ഡ്രൈവർ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഡ്രൈവറാണല്ലോ ചന്ദ്രയെ കണ്ടു എന്നുള്ളത് മഹേന്ദ്രനെ പോയി അറിയിച്ചതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നീയാണല്ലേടാന്നും പറഞ്ഞ് ഡ്രൈവർക്കും കൊടുക്കുകയാണ് ശിവനാണ്. അപ്പോൾ ഡ്രൈവർ ഓടി രക്ഷപ്പെടുന്നുണ്ട്. തുടർന്ന് ശിവൻ ആ ഗ്ലാസ് വീണ്ടും കണ്ണിലേക്കൊക്കെ എടുത്ത് വെച്ച് കുറേ ആക്ഷനൊക്കെ കാണിച്ച് വീണ്ടും ജീപ്പ് എടുത്ത് പോകുന്നുണ്ട്. സമയം അവിടെ കമലിനെ ശാലി ഇവരെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടുന്നില്ല. അന്നേരം എത്തില്ലല്ലോ ഇടത്തിയമ്മ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിങ്ങനെ കമലം പറയുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ കമല പോയി നോക്കുക എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശൻ കാറിലെത്തുന്നുണ്ട്. അന്നേരം ചേച്ചി എന്നും പറഞ്ഞ് പ്രകാശൻ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് നീ എന്താ എത്ര താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ വഴിയിൽ തടയാൻ ആളുണ്ടായിരുന്നു, ശിവേട്ടൻ വന്നിട്ടാണ് രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നിട്ട് അശ്വൻ എവിടെയെന്ന് ഇങ്ങനെ കമലം ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവൻ ഇങ്ങനെ ജീപ്പിലെത്തുകയാണ്. എന്നിട്ട് എന്തായി കാര്യങ്ങളും ചോദിക്കുമ്പോൾ പ്രകാശ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അല്ല പൂമാല എടുത്തില്ലേ എന്നിങ്ങനെ കമലം ചോദിക്കുകയാണ്. അന്നേരം അത് നിന്നോടല്ലേ വാങ്ങിക്കാൻ ഏൽപ്പിച്ചതെന്ന് ശിവൻ പറയുമ്പോൾ വാങ്ങിച്ച് ഓട്ടോയിലിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഓട്ടോയിൽ നിന്ന് പോയി കമലം പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ആ യൂട്യൂബർ ആണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. പ്രകാശിനെ കാണുമ്പോൾ ഇതാണല്ലേ കല്യാണ ചെക്കൻ എന്ന് പറഞ്ഞ് പ്രകാശിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ വന്നിറങ്ങുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഇവനെ ഞാനിന്ന് മാറ്റിക്കും, ഞാൻ വൈറലാക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് ക്യാമറയൊക്കെ ഓണാക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് കമലിനാണെങ്കിൽ പൂമാല എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നാൽ എങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി രജിസ്ട്രാറുടെ ക്യാബിനിലേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഈ രജിസ്റ്റർ ഓഫീസിന് പുറത്തെ ക്യാബിൻ്റെ പുറത്ത് ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് ഈ യൂട്യൂബർ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ജോൺ എബ്രഹാമിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തായി കാര്യങ്ങൾ, നല്ലൊരു ഉഗ്രം കല്യാണമല്ലേ നിൻ്റെ മുന്നിലേക്ക് വെച്ച് തന്നിരിക്കുന്നത്, പന്തും പിന്നെ കോർട്ടും ഒക്കെ നിൻ്റെ മുന്നിലാണ്, എങ്ങനെ ഗോള് കോർട്ടിലേക്ക് ഇടാമെന്നുള്ളത് നീയാണ് ശ്രദ്ധിക്കേണ്ടത്, നാറ്റിക്കാവുന്നിടത്തോളം നാറ്റിച്ചോളണം, എല്ലാം നിൻ്റെ ചിന്താഗതിയിലും വാക്കുകളിലുമാണ് ഇരിക്കുന്നത്, എന്താ എല്ലാം സെറ്റല്ലേ എന്നിങ്ങനെ തിരിച്ച് എബ്രഹാം ചോദിക്കുമ്പോൾ എല്ലാം സെറ്റാണ്, എൻ്റെ ക്യാമറയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ ഞാനിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ഒക്കെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ വീഴും, ഞാൻ എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് യൂട്യൂബർ ആണെങ്കിൽ ആദ്യത്തെ ഒരു ക്ലിപ്പ് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സബ് രജിസ്റ്റർ ഓഫീസിന് മുന്നിലാണ്, ഒരു രഹസ്യ കല്യാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ആരാണ് ചെക്കനും പെണ്ണും എന്നൊക്കെ അല്ലേ, അതൊക്കെ സസ്പെൻസാണ്, വഴിയെ കാണാം എന്ന് പറഞ്ഞിട്ട് അത് പാസ് ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം അവരെല്ലാം കൂടി അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ഇനി മാല ഇടാം എന്ന് പറയുന്നുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ മാല കൊടുക്കുകയാണ്. ശിവൻ കൊടുക്കുന്നുണ്ട് മാല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ശിവനും ചന്ദ്രയും കൂടി മാല ഇടുന്നുണ്ട്. അന്നേരം ശിവനും ശാലിനിക്കൊക്കെ ആകെ സന്തോഷമാകുന്നുണ്ട്. ഇനി ഒപ്പിടാം, മാല ആദ്യമേ ഇട്ടു, ഇതാണ് ഇനിയുള്ള ശരിക്കുമുള്ള കല്യാണം എന്ന് രജിസ്ട്രാർ പറയുന്നുണ്ട്. അന്നേരം പിന്നെ പ്രകാശും ചന്ദ്രയും ഒപ്പിടുന്നുണ്ട്. അന്നേരം സാക്ഷികൾ ആരാന്ന് ചോദിക്കുമ്പോൾ 3 സാക്ഷികൾ എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് സാക്ഷികൾ, ഞാനും ഭാര്യയും മോളും, ഞങ്ങൾ കുടുംബമായിട്ടാണ് ഈ കല്യാണത്തെ സപ്പോർട്ട് ചെയ്യുന്നത് വേലായുധം പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ വരൂ എന്ന് പറയുമ്പോൾ അവർ 3 പേരും ഒപ്പിടുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ മാല ഇടുന്നതും ഈ ഒപ്പിടുന്നതും ഒക്കെ കമലിനാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അന്നേരം ഈ വെളിയിൽ നിന്നുകൊണ്ട് ഈ യൂട്യൂബർ ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്, അല്ലേ കൂടെ കാണുന്നു എന്നുള്ളത് കാണിക്കുന്നില്ല. തുടർന്നാണെങ്കിൽ കമലിനോട് പിന്നെ ശിവൻ പറയുന്നുണ്ട് ഇനി ഇവരുടെ ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോൾ മാലയിട്ട ഫോട്ടോ ഞാൻ എടുത്തു എന്ന് പറയും, എങ്കിൽ മാല ഇടാതെ ഇനി ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോൾ അതിങ്ങോട്ട് തന്നേന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്ര മാല ഊരി കൊടുക്കുമ്പോൾ ശാലിനി ഇതൊന്ന് പിടിച്ചതെന്നും പറഞ്ഞ് ആ മാല ശാലിനിയുടെ കയ്യിലേക്ക് ശിവൻ കൊടുക്കുന്നുണ്ട്. പ്രകാശിൻ്റെ മാല ശിവനും വാങ്ങുകയാണ്. അപ്പോൾ ഇവരാണ് കയ്യിലിങ്ങനെ മടക്കി ഇടുകയാണ്. ഇത് കാണുമ്പോൾ യൂട്യൂബർക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്. യൂട്യൂബർ ഇങ്ങനെ ശാലിനി ഇങ്ങനെ മാലയും കൊണ്ട് നിൽക്കുന്നതും ശിവനിങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈശ്വര, ഇത് നമ്മുടെ ഇതിലേക്ക് വന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ ആകെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നിങ്ങളുടെ ബ്രഹ്മാസ്ത്രം വെറുതെ ആയില്ല ജോൺ സാറേ, രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്നൊക്കെ ഇങ്ങനെ യൂട്യൂബർ ആകെ സന്തോഷത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം കമലിനാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. അന്നേരം ഇനി ഇവരുടെ ജോലി നടക്കട്ടെ, തടസ്സപ്പെടുത്തേണ്ട, നിങ്ങൾ
ഇങ്ങനെ ശാലിനി പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഫോട്ടോയൊക്കെ വെളിയിൽ നിന്ന് എടുക്കാം എന്ന് പറയുകയാണ്. അത് ഫോട്ടോ എടുക്കുന്ന ആളിൻ്റെ കഴിവ് പോലെ ഇരിക്കും എന്നിങ്ങനെ വേലായുധം പറയുകയാണ്. അതിനല്ലേ ഞാൻ എന്നിങ്ങനെ കമലം പറയുമ്പോൾ പതിയണം എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ കളിയാക്കുന്നുണ്ട്. ഇത് സന്തോഷ നിമിഷങ്ങൾ. തുടർന്ന് രജിസ്ട്രാർക്ക് താങ്ക്സ് ഒക്കെ പറയുമ്പോൾ ഇതെൻ്റെ ഡ്യൂട്ടി അല്ലേ മേഡം എന്ന് പറയുകയാണ്. അവരെല്ലാവരും കൂടി വെളിയിറങ്ങുന്നുണ്ട്. അന്നേരം ഈ അറ്റൻഡർ ദിനാരം പറയുന്നുണ്ട്, അങ്ങനെ അത് മംഗളമായി നടന്നു അല്ലേ സാർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് തുടർന്നാണ് ഇവർ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ശിവനും ശാലിനിയാണ് ഇറങ്ങുന്നത്. രണ്ടുപേരും ഇങ്ങനെ കയ്യിൽ മാല ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഇയാളിങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. യൂട്യൂബർ ആകെ സന്തോഷത്തിലാണ്. അതിനുശേഷം അവർ മുന്നോട്ട് നടന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ചന്ദ്രയും കൂടി അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ശാലിനിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ചേച്ചി എനിക്ക് ആദ്യം പഠനത്തിലും വഴികാട്ടിയായിരുന്നു, ഇപ്പോൾ ജീവിതത്തിലും പ്രത്യേക തീരുമാനം കിട്ടിയെന്നിങ്ങനെ പറയുമ്പോൾ ആ പഠനത്തിൽ നീ നിൻ്റെ കഴിവ് തെളിയിച്ചു, അതുപോലെ നിൻ്റെ കുട്ടികളെയൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിൽ നല്ലൊരു ഭർത്താവായിരിക്കുക എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശരി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ അനുഗ്രഹം ഇനി വേണ്ടതെന്നിങ്ങനെ ശിവൻ ചോദിക്കുകയാണ്. അന്നേരം വേണമെന്നും പറഞ്ഞ് അവരുടെ ശിവൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. എങ്കിൽ പിന്നെ ഇനി നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ ഹാരം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ പ്രകാശിനും ചന്ദ്രയ്ക്ക് ശാലിനിയും കൊടുക്കുകയാണ്. അതുവരെയുള്ളതെല്ലാം അയാൾ വീഡിയോ എടുക്കുകയാണ്. ഇറങ്ങി വരുന്നത്, ഇവർ നടന്നു പോകുന്നതും ഒക്കെ, അകത്ത് ഹാരമായിട്ടിരിക്കുന്നതും ഒക്കെ. എന്നിട്ട് ഇവർ പുറപ്പെടുകയാണ്. അന്നേരം യൂട്യൂബർ ഇങ്ങനെ ആകെ സന്തോഷത്തിൽ നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ വീഡിയോ വൈറലാകുന്നതാണ്. അതിനെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.